ഹലോ, നമുക്കൊരു കഥ കേട്ടാലോ? പരസ്പര സഹായം. ഒരു ദിവസം ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ തമ്മിൽ ഒരു വാഗ്വാദം നടന്നു. തലച്ചോർ പറഞ്ഞു, ഞാൻ ചിന്തിക്കുന്നത് കൊണ്ടും നിർദ്ദേശം തരുന്നത് കൊണ്ടുമാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. അത് കേട്ട കണ്ണുകൾ പറഞ്ഞു, ഞങ്ങൾ കാണുന്നത് കൊണ്ടാണ് നിങ്ങൾ വല്ല കുഴിയിലും വീണ് ഒടിഞ്ഞും ചതഞ്ഞും നശിക്കാത്തത്. ഇത് കേട്ട വായും പല്ലും നാക്കും ഒന്നിച്ചു പറഞ്ഞു, ഞങ്ങൾ ചവച്ചരച്ച് വിഴുങ്ങുന്നത് കൊണ്ടാണ് മറ്റുള്ളവർ നിലനിൽക്കുന്നത് തന്നെ. കൊള്ളാം. മിണ്ടാതിരുന്ന മൂക്കും വാശിക്ക് വിട്ടില്ല. ഞാൻ അല്പനേരം ശ്വസിക്കാതെ ഇരുന്നാൽ കാണാം നിങ്ങളുടെ വീരവാദം പൊള്ളയാണെന്ന്. അപ്പോൾ വയറും കുടലും ആമാശയവും സംഘഗാനം പോലെ പറഞ്ഞു, ഭക്ഷണം ദഹിപ്പിക്കുന്നതും അതിൻ്റെ ഊർജം മറ്റുള്ളവർക്ക് പകർന്നു തരുന്നതും ഞങ്ങളാണ്. ഞങ്ങളില്ലെങ്കിൽ ഒന്നുമില്ല. ഇത് കേട്ട് കൈകൾക്ക് സഹിച്ചില്ല. ഞങ്ങൾ അധ്വാനിച്ച് ഉണ്ടാക്കി ഉരുട്ടി വായിലേക്ക് ഇട്ടു തന്നില്ലെങ്കിൽ കാണാം ഈ പറയുന്നവരുടെ സാമർഥ്യമൊക്കെ. കൊള്ളാം. ഇതൊക്കെ കേട്ടിട്ടേ കാലുകൾ വെറുതെ ഇരിക്കുമോ? അവർ പറഞ്ഞു, എല്ലാം ശരി തന്നെ, പക്ഷേ ഞങ്ങൾ ചലിച്ചില്ലെങ്കിൽ ഈ ശരീരം മൊത്തം പ്രയോജനരഹിതമാകും. എന്തിനേറെ പറയുന്നു. തമ്മിൽ തർക്കം മൂത്തപ്പോൾ ഓരോരുത്തരായി പണിമുടക്കി. ഏതാനും മണിക്കൂറുകൾക്കകം ആ മനുഷ്യന്റെ ശരീരം തളർന്നു. അവയവങ്ങൾ ഓരോന്നായി പ്രവർത്തനരഹിതമായി തുടങ്ങി. മരണം മുന്നിലെത്തി വാ വിളർത്തി നിന്നു. പെട്ടെന്ന് തന്നെ തലച്ചോർ മറ്റവയവങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തു. ആരും ഒട്ടും അപ്രധാനരല്ല, പക്ഷേ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആർക്കും നിലനിൽപ്പില്ല. നാം കൂട്ടായി പ്രവർത്തിക്കുമ്പോഴാണ് ഈ ശരീരം ചലനാത്മകമാകുന്നത്. അതുകൊണ്ട് എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കുക. തലച്ചോറിന്റെ സന്ദേശം എല്ലാവരും സ്വീകരിച്ചു. എല്ലാ അവയവങ്ങളും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചു. അങ്ങനെ ആ മനുഷ്യൻ പഴയപടി എഴുന്നേറ്റു നടന്നു. നമ്മൾ മനുഷ്യരുടെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. പരസ്പര സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. സാമൂഹിക ജീവിയായ മനുഷ്യർക്കെല്ലാം ഏതെങ്കിലും തരത്തിൽ പരസ്പര സഹായം ചെയ്യേണ്ടി വരുന്നത് സ്വാഭാവികമാണ്. ആരെയും ആശ്രയിക്കാതെ ഒരാൾക്കും ജീവിക്കാൻ ആവില്ല. നാം സ്വീകരിക്കുന്ന ഓരോ സഹായത്തിനും നന്ദിയുള്ളവരായിരിക്കുക. സഹതാപം പിടിച്ചുപറ്റി സഹായം സ്വീകരിക്കുന്നത് ഒരു മിടുക്കായി കാണാതിരിക്കുക. സഹായം സ്വീകരിക്കുന്നത് ഒരു അവകാശമായും കാണാതിരിക്കുക. കഴിവതും മനഃപൂർവ്വം ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാൻ ശ്രമിക്കാം. ചില ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കായി പോകാറുണ്ട്. എങ്കിലും ആ ജീവിത സാഹചര്യത്തിലും നമ്മൾ നിലനിൽക്കണം. ആവുന്നതും നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.